ആരാണ് പറയുന്നത് ഇന്ത്യ വളരുന്നില്ല എന്ന്? നമുക്ക് 2023 ബില്യണർമാരുടെ, അതായത് ശതകോടീശ്വരന്മാരുടെ കണക്കെടുക്കുമ്പോൾ ഇന്ത്യയിൽ 152 പേരായിട്ട് അത് ഉയർന്നിട്ടുണ്ട്. 2022 ഇത് 126 ശതകോടീശ്വരന്മാരായിരുന്നു. അതായത് ഒരു വർഷം കൊണ്ട് 21% വളർച്ച ഇന്ത്യ കൈവരിച്ചിരിക്കുന്നു. ഈ ബില്യണയർ എന്ന് പറയുന്നത് എന്താണ്? ശതകോടീശ്വരന്മാർ എന്ന് പറഞ്ഞാൽ 200 കോടി രൂപയുടെ സമ്പത്ത് മൊത്തം ഉള്ള ഗ്രൂപ്പുകളെയോ കോർപ്പറേറ്റുകളെയോ വ്യക്തികളെയോ ആണ് നമ്മൾ ബില്യണയർ അഥവാ ശതകോടീശ്വരന്മാർ എന്ന് വിളിക്കുന്നത്. ആ ഗണത്തിൽ ഇന്ത്യയിൽ അവരുടെ എണ്ണം ഇന്ന് 152 ഉയർന്നിരിക്കുന്നു. അതായത് രാജ്യത്തിൻ്റെ വളർച്ച കഷ്ടിച്ച് 7% എത്തുമോ എന്ന് ആശങ്കപ്പെടുമ്പോഴും GST വരുമാനത്തിലെ വളർച്ച 10% ആയിരിക്കുമ്പോഴും പട്ടിണി സൂചികയുടെ കാര്യത്തിൽ രാജ്യം പാകിസ്ഥാനേക്കാളും ബംഗ്ലാദേശിനേക്കാളും താഴെ നിൽക്കുമ്പോൾ, ഹാപ്പിനെസ് ഇൻഡെക്സിൻ്റെ കാര്യത്തിൽ ഏറ്റവും പിന്നിൽ നിൽക്കുമ്പോഴും ശതകോടീശ്വരന്മാരുടെ എണ്ണത്തിൽ നമുക്ക് വളർച്ചയുണ്ടാവുന്നു. അഭിമാനിക്കേണ്ട കാര്യമല്ല. അവിടെ 21% വളർച്ച രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവരുടെ മൊത്തം സമ്പത്ത് 2023 16% ഉയർന്ന് $858 ബില്യൺ ഉയർന്നിരിക്കുകയാണ്. ഇനി ഈ ശതകോടീശ്വരന്മാരുടെ എണ്ണം 2027 ഇന്ത്യയിൽ 357 ഉയരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 2023 കണ്ട മറ്റൊരു പ്രത്യേകത, അദാനിയെ പിന്തള്ളി മുകേഷ് അംബാനി വീണ്ടും ഇന്ത്യയിലെ അതിസമ്പന്നരുടെ നിരയിൽ 1-ാം സ്ഥാനം തിരിച്ചു പിടിച്ചു എന്നതാണ്. 2023 കണക്ക് നമ്മൾ എടുക്കുമ്പോൾ അമേരിക്ക തന്നെയാണ് ശതകോടീശ്വരന്മാരുടെ കാര്യത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അവിടെ 724 ശതകോടീശ്വരന്മാരാണ് 2023 ഉണ്ടായിരുന്നത്.